പ്രവേശനത്തിനായി ശേഷിക്കുന്ന അപേക്ഷകൾ എന്ന് പറയുന്നത് 17,298. ഇനി നമ്മുടെ 1, 2, 3 അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി നമ്മുടെ കയ്യിലുള്ള സീറ്റ് 9,820. അതിൽ സ്പ്ലിറ്റ് ചെയ്താൽ മെറിറ്റ് 5,856, സ്പോർട്സ് 367, മോഡൽ റെസിഡൻഷ്യൽ 25, കമ്മ്യൂണിറ്റി 618, മാനേജ്മെൻറ്റ് 2,954. അങ്ങനെ വരുമ്പോൾ സീറ്റിൻ്റെ കുറവ് വരുന്നത് 7,478 സീറ്റിന് കുറവ് വരും. ഇതിൽ മാത്രം +1 സ്കൂൾ പൊതുവിദ്യാഭ്യാസത്തിൽ മാത്രം. എന്നാൽ അൺഎയ്ഡഡ് സ്കൂളിൽ 10,185 സീറ്റുകൾ ഒഴിവുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിയമസഭയിൽ പറഞ്ഞു, നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കന്മാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിൽ വെച്ച് അവരുടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തും. നിയമസഭയിൽ ഈ ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ സമരം പ്രഖ്യാപിച്ചിട്ടുള്ള സംഘടനകൾ സമരരംഗത്ത് പിന്മാറണമെന്നുള്ളൊരു അഭിപ്രായം ഉണ്ട്. ഈ മറ്റ് ജില്ലകളുടെ കാര്യം, മലബാർ മേഖലയിലെ മറ്റ് ജില്ലകളുടെ കാര്യം എടുത്താൽ പാലക്കാട് കുറവുള്ള സീറ്റെന്ന് പറഞ്ഞാൽ 1,757. അത് അടുത്ത ഈ സ്പോട്ട് അലോട്ട്മെൻറ്റൊക്കെ കൂടി ആ പ്രശ്നത്തിന് പരിഹാരം കാണും. അവിടെ കോഴിക്കോട് കുറവില്ല, വയനാട് കുറവില്ല, കണ്ണൂർ കുറവില്ല, കാസർഗോഡ് 252 എണ്ണത്തിൻ്റെ കുറവുണ്ട്. അത് പരിഹാരം കാണും. നമ്മുടെ ഈ വിഷയം കോമ്പിനേഷൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ല എടുത്താൽ താലൂക്ക് അടിസ്ഥാനത്തിൽ നിലമ്പൂർ താലൂക്ക്, ഏറനാട് താലൂക്ക്, പെരിന്തൽമണ്ണ താലൂക്ക്, തിരൂർ താലൂക്ക്, പൊന്നാനി താലൂക്ക്, തിരൂരങ്ങാടി താലൂക്ക്, കൊണ്ടോട്ടി താലൂക്ക്, ഇത്രയും താലൂക്കാണല്ലോ ഉള്ളത്. 1, 2, 3, 4, 5, 6, 7. നിലമ്പൂർ സയൻസിൻ്റെ 853 എണ്ണം ഇപ്പം മിച്ചമുണ്ട്. അവിടെ ഏറനാട് 865 മിച്ചമാണ്. പെരിന്തൽമണ്ണ 809 മിച്ചമാണ്. തിരൂർ 476 മിച്ചമാണ്. പൊന്നാനി 156 മിച്ചമാണ്. തിരൂരങ്ങാടി 965 മിച്ചമാണ്. കൊണ്ടോട്ടി 307 മിച്ചമാണ്. 4,431 സീറ്റ് അവിടെ സയൻസ് ചേരാൻ കുട്ടികളില്ല. അതേസമയത്ത് ഹ്യൂമാനിറ്റീസ് നിലമ്പൂർ 269 കുറവുണ്ട്, ഏറനാട് 111 കുറവുണ്ട്, പെരിന്തൽമണ്ണ 687 കുറവുണ്ട്, തിരൂർ 1,196 കുറവുണ്ട്, പൊന്നാനിയിൽ 336 കുറവുണ്ട്, തിരൂരങ്ങാടിയിൽ 921 കുറവുണ്ട്, കൊണ്ടോട്ടിയിൽ 296 കുറവുണ്ട്. അവിടെ 3,816 സീറ്റിൻ്റെ കുറവുണ്ട്. കൊമേഴ്സ് നിലമ്പൂർ 70 സീറ്റിൻ്റെ കുറവുണ്ട്, പെരിന്തൽമണ്ണ 748 കുറവുണ്ട്, തിരൂർ 1,175 കുറവുണ്ട്, പൊന്നാനിയിൽ 455 കുറവുണ്ട്, തിരുരങ്ങാടിയിൽ 736 കുറവുണ്ട്, കൊണ്ടോട്ടി 310 കുറവുണ്ട്. അങ്ങനെ അതിൻ്റെ എല്ലാം കൂടെ സീറ്റിന് കുറവ് 3,405 സീറ്റിന് കുറവുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ 3,816 കുറവ്, ഇപ്പം പറഞ്ഞ 3,405 കുറവും കൂടെ ചേരുമ്പോൾ 7,221 സീറ്റിൻ്റെ കുറവുണ്ട്. താലൂക്ക് അടിസ്ഥാനത്തിൽ എടുത്താലും ആ കണക്ക് 10-15 സീറ്റിൻ്റെ വ്യത്യാസമാണ് ഞാൻ ടോട്ടൽ പറഞ്ഞതിന് വ്യത്യാസം വരുന്നത്.